നമുക്കിനി ABCD പാരാമീറ്ററിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക്. ഇവിടെ നമുക്ക് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. V1, V2, I1, I2 ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇക്വേഷൻസ് ആദ്യം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് ഓർത്തിരിക്കുക എളുപ്പത്തിന്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയായിരുന്നു ABCD പാരാമീറ്റേഴ്സിൻ്റെ ഡെറിവേഷൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? കൺസിഡർ ഔട്ട്പുട്ട് പോർട്ട് ടു ബി ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് പോർട്ട് എന്നല്ല നമ്മൾ പറയാറ്, ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് റിസീവിങ് എൻഡും സെൻഡിങ് എൻഡും എന്നാണ്. അപ്പോൾ റിസീവിങ് എൻഡിനെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. അപ്പോൾ കൺസിഡർ I2 = 0 അല്ലേ? റിസീവിങ് എൻഡിനെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ I2 എനിക്ക് 0 ആയി. I2 0 ആയാൽ ഈ സർക്യൂട്ടിൽ എന്താ പ്രത്യേകത? ഇവിടെ ഓപ്പൺ ആയി എന്നർത്ഥം. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ 1 ഓമും ഈ 1 ഓമും എന്തായിരിക്കും? സീരീസ് ആയിരിക്കും. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് A ആണ്. A എന്ന് പറഞ്ഞാൽ V1/V2. അപ്പോൾ നമുക്ക് V1 എന്താണെന്ന് അറിയണം, V2 എന്താണെന്ന് അറിയണം. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ 1 ഓമിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ 1 ഓമിനെ ക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് V2. ഇപ്പോൾ നോക്കിയേ, ഇവിടെ I2 0 ആകുമ്പോൾ രണ്ട് 1 ഓംസും സീരീസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ കറണ്ട് ത്രൂ 1 ഓം കണ്ടുപിടിക്കാം. 1 ഓമിൽ കൂടുതൽ കറണ്ട് അറിഞ്ഞാലേ നമുക്ക് വോൾട്ടേജ് V2 കിട്ടുള്ളൂ. സോ നമുക്ക് ആദ്യം കറണ്ട് ത്രൂ 1 ഓം നോക്കാം. I1 ഓം എന്ന് പറഞ്ഞാൽ എത്ര വരും? ടോട്ടൽ കറണ്ട് ഇപ്പോൾ ഇവിടെ ശരിക്കും സപ്ലൈ കറണ്ട് ആരാണ്? I1 മാത്രമേ ഉള്ളൂ, I2 0 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 ഓമിൽക്കുള്ള കറണ്ടാണ്. ഇത് രണ്ടും ഇപ്പോൾ സീരീസ് ആകുമ്പോൾ എത്രേ? 2 ഓം ആണ് അല്ലേ? സോ നമുക്ക് 1 ഓമിൽക്കുള്ള കറണ്ട് കാണണം എന്നുണ്ടെങ്കിൽ കറണ്ട് ഡിവിഷനുള്ള യൂസ് ചെയ്യാം. അതായത് I1 ഈ ജംഗ്ഷനിൽ എത്തുമ്പോൾ 2 ആയി ഡിവൈഡ് ചെയ്യും. ഒന്ന് ഈ 2 ഓമിൽ കൂടിയും പോവും, ബാക്കിയുള്ള പോർഷൻ 2 1 ഓമിൽ കൂടിയും പോവും. അപ്പോൾ ടോട്ടൽ കറണ്ടായ I1 ഇൻറ്റു ഈ 1 ഓമിലുള്ള കറണ്ട് കാണുമ്പോൾ അതിന് പാരലായിട്ട് കിടക്കുന്ന ആളെ വേണം ന്യൂമറേറ്ററിൽ കൺസിഡർ ചെയ്യാൻ കറണ്ട് ഡിവിഷൻ റൂൾ അനുസരിച്ച്. ഇപ്പോൾ ഇവിടെ 2 ഓം ആണ് പാരലൽ, ഈ 1 ഓം പാരലല്ല, ഇത് രണ്ടും സീരീസ് ആണ്. സോ 2 / 2 + 2 അല്ലേ? 2 + 1 + 1 അതായത് 2 + 2, അതായത് I1 ഇൻറ്റു 2/2 + 2 4, 2/4 എന്ന് പറഞ്ഞാൽ I1/2 എന്ന് കിട്ടും. അപ്പോൾ കറണ്ട് ത്രൂ 1 ഓം എന്ന് പറയുന്നത് I1/2 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ V2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 ഓം ഇൻറ്റു അല്ലേ I1/2. അപ്പോൾ 1 ഇൻറ്റു I1/2, അതായത് V2 = I1/2 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ V2 കിട്ടി നമുക്ക്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ അറിയണം? V1 അറിയണം. V1 എന്ന് പറഞ്ഞാൽ സപ്ലൈ സൈഡിലുള്ള വോൾട്ടേജ് അഥവാ സെൻഡിങ് എൻഡിലെ വോൾട്ടേജ് ആണ്. നമുക്ക് ഇവിടുത്തെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതേ ഇൻറ്റു I1 ചെയ്താൽ പോരെ V1 കിട്ടാൻ. അപ്പോൾ നമുക്ക് I2 ഇല്ലല്ലോ, I2 0 ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു I1 ചെയ്താൽ V1 കിട്ടും. അപ്പോൾ 1 ഉം സീരീസ് ആണെന്ന് വരും. 1 + 1 2 ആയി. ഇനി അപ്പോൾ നമുക്ക് ആദ്യം R ഈക്വലൻ്റ് കണ്ടുപിടിക്കാം. 1 + 1 2, ആ 2വിന് പാരലായിട്ട് ആണ് ഈ 2, അതും പിന്നത്തെ ഈ 1 ഓമും സീരീസ് ആവും. 2 × 2 എത്രയാ? രണ്ട് സെയിം റെസിസ്റ്റൻസ് പാരലായി കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും, അതായത് 1. അപ്പോൾ 1 + 1 2 ഓം എന്ന് കിട്ടി അല്ലേ? രണ്ട് 2 ഓം പാരലാകുമ്പോൾ അതിൻ്റെ ഹാഫ് 1 ആവും, +1 2 ഓം കിട്ടി. അങ്ങനെയാണെങ്കിൽ V1 = എത്ര വരും? 2 ഇൻറ്റു അല്ലേ റെസിസ്റ്റൻസ് 2 ഇൻറ്റു ടോട്ടൽ കറണ്ട് I1, 2 I1 എന്ന് കിട്ടി. നമുക്ക് V1 കിട്ടിയിട്ടുണ്ട്, V2 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ therefore A = V1/V2. V1 ഉം V2 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ V1 ഉം V2 I1ൻ്റെ ടേംസിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 I1 / I1/2. I1 ഉം I1 ഉം ക്യാൻസൽ ആവും. 2 ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ ആൻസർ 4. ഇവിടെ V1/V2 ആയതുകൊണ്ട് ഇത് ഡയമെൻഷൻലെസ് ആണ്, അതായത് യൂണിറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ A എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് I2 0 ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് പാരാമീറ്ററിൽ ഒന്ന് Aയും മറ്റത് C ആയിരുന്നു. C എന്ന് പറയുന്നത് I1/V2 ആണ്. അപ്പോൾ നമുക്ക് I1/V2 തമ്മിലുള്ള റിലേഷൻ കാണാം. അപ്പോൾ C = I1/V2. ഓൾറെഡി നമ്മൾ V2 ഉം I1 ഉം നമ്മളിവിടെ റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. V2 = I1/2. അങ്ങനെയാണെങ്കിൽ I1/V2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? I1 = 2V2 എന്ന് വരും അല്ലേ? I1 = 2V2. 2V2/V2 എന്ന് വരും. ആൻസർ 2. ഇവിടെ യൂണിറ്റ് നോക്കാം, കറണ്ട് ബൈ വോൾട്ടേജ് ആയതുകൊണ്ട് മോയാണ് യൂണിറ്റ്. അപ്പോൾ നമുക്ക് എയും കിട്ടി, സിയും കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ നോക്കാൻ പോകുന്നത് കൺസിഡർ. അപ്പോൾ നമ്മുടെ രണ്ട് പാരാമീറ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് റിസീവിങ് എൻഡിനെ നമ്മൾ ഷോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൺസിഡർ V2 = 0 എന്നുള്ള കണ്ടീഷന് അല്ലേ? ഇവിടെ ഷോർട്ട് ചെയ്യുമ്പോൾ V2 0 ആയി. ഞാൻ ഈ റിസീവിങ് എൻഡിനെ ഞാൻ ഷോർട്ട് ചെയ്തു.
ഷോർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് 0 ആയി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? 1 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 0 ആയി എന്നർത്ഥം. അതായത് അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് മുൻപ്? ഈ 1 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 0 ആവാന്ന് പറഞ്ഞാൽ ഈ 1 ഓം റെസിസ്റ്റൻസിന് അവിടെ റെലവൻസ് ഇല്ല എന്നർത്ഥം അല്ലേ? അതായത് ഈ റെസിസ്റ്റൻസ് ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ എന്താണ്? കറണ്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 0 ആവാന്നാണ്. അല്ലെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് 0 ആയി പോകാന്നുള്ള അർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റൻസിന് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് I2 ഉണ്ട്, I1 രണ്ട് കറൻസ് ഉണ്ട്, ഒരു വോൾട്ടേജേ ഉള്ളൂ. V2 ഇപ്പോൾ 0 ആയി. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ബിയും ഡിയിൽ ഡി നമുക്ക് ആദ്യം നോക്കാം. ഡി എന്ന് പറഞ്ഞാൽ -I1/I2 ആണ്. അതായത് I1 I2 നമ്മൾ റിലേഷൻ നോക്കാം. I2 നോക്കിയേക്കുക, ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ 1 ഓം ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി 1 ഓമിൽ കൂടെ പോകുന്ന കറൻറ്റാണ് I1 അല്ലേ? ഈ 1 ഓം റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന കറൻറ്റാണ് I2. ഇനി ഇവിടെ ഒരു I1 വരുന്നുണ്ട്. ഈ I1 1 ഓമിൽ കൂടെ പോയി ഈ ജംഗ്ഷൻ എത്തുമ്പോൾ രണ്ടായി ഡിവൈഡ് ചെയ്യും. കുറച്ച് പോർഷൻ 2 ഓമിൽ കൂടി, കുറച്ച് പോർഷൻ റിമൈനിങ് പോർഷൻ 1 ഓമിൽ കൂടി പോകും. സോ 1 ഓമിൽ കൂടെയുള്ള കറൻറ്റിനെ നമുക്ക് I1ൻ്റെ ടേംസിൽ നോക്കാം. I1 ഓം എന്ന് പറയുന്നതാണ് ആര്? I2. I1 ഓം എന്ന് പറഞ്ഞാൽ I2 ആണ് അല്ലേ? 1 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് I2. ഇനി അത് നമുക്ക് I1ൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാൻ നോക്കാം. ഇവിടെ എത്തുമ്പോൾ കറണ്ട് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട് I1. അപ്പോൾ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കറണ്ട് I1 ഇൻറ്റു 1 ഓമിക്കുള്ള കറണ്ട് കാണുന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ അതിന് പാരലായി കിടക്കുന്ന 2 ഓമിനെ കൺസിഡർ ചെയ്യണം, ഡിവൈഡഡ് ബൈ 2 + 1. അതായത് I2 ഈക്വൽ ടു, പിന്നെ ഡയറക്ഷൻ നോക്കണം. ഇവിടെ I2ൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ടും I1ൻ്റെ ഡയറക്ഷൻ, അതായത് I1 കാരണമുള്ള കറണ്ട് ഇങ്ങോട്ടാണ് പോകുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വരും. അപ്പോൾ I2 എന്ന് പറയുന്നത് -2I1 -2/3 I1 എന്ന് കിട്ടും. ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ ഡയറക്റ്റ്ലി ഓൾറെഡി ആ മൈനസ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അവിടെ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ എഴുതുകയാണെങ്കിൽ വീണ്ടും ആ മൈനസ് എടുക്കാൻ മറക്കരുത്. രണ്ട് മൈനസും ക്യാൻസലായി പോവും, അപ്പോൾ അതെടുക്കാൻ മറക്കരുത്. ഇനി I1/I2 എടുക്കുക. therefore D = -I1/I2 അല്ലേ? I1/I2 എന്ന് പറയുമ്പോൾ I2നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 3, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? റെസിപ്രോക്കലാവും. 2/3 എന്നുള്ളത് 3/2 എന്ന് ആൻസർ വരും. പിന്നെ ഇത് I1/I2 രണ്ടും കറൻസ് ആയതുകൊണ്ട്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കറൻസ് ആയതുകൊണ്ട് തന്നെ ഡയമെൻഷൻലെസ് അഥവാ യൂണിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3/2 എന്ന് മാത്രമായിരിക്കും. അപ്പോൾ +3/2 ആണ് ഡി. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത്, നമുക്ക് എയും സിയും കിട്ടിയത് അവിടെ മാറ്റി വയ്ക്കാം. എ എന്ന് പറയുന്നത് 4ഉം A4 കിട്ടി, സി എന്ന് പറയുന്നത് 2 3 കിട്ടി. നമുക്കിവിടെ ബിയും ഡിയും കൂടി ഉണ്ട്. അപ്പോൾ ഡി എത്ര കിട്ടി? നമുക്ക് 3/2 എന്ന് കിട്ടി. ഇനി ബിയും കൂടിയാണ് നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ളൂ. ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? -V1/I2 അല്ലേ? നമ്മൾ V2 0 ആക്കിയിട്ട് ബാക്കിയുള്ള V1/I2 ആണ് ബി. നമുക്കിനി V1നെ I2ൻ്റെ ടേംസിലേക്ക് മാറ്റണം. നമുക്കിവിടെ നോക്കാം. V1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൂപ്പ് കൺസിഡർ, ഇവിടെ ഷോർട്ട് ആയല്ലോ. അപ്പോൾ ഇതൊരു മെഷായിട്ട് എടുക്കാം, ഇതൊരു മെഷാണ്. ഫസ്റ്റ് മെഷിലെ വോൾട്ടേജ് ആണ് V1. നമ്മളിവിടെ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? അപ്ലൈ KVL ഇൻ ലൂപ്പ് 1 അല്ലേ? ഇതൊരു ഈ ഒരു ലൂപ്പിൽ നമ്മൾ KVL അപ്ലൈ ചെയ്താൽ V1 = ഈ രണ്ട് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജസിൻ്റെ സമ്മാണ് V1. അപ്പോൾ 1 × I1, അതായത് I1 +2 × 2 എന്ന് പറയുന്നത് രണ്ട് മെഷീൻ്റെയും ഇൻ ബിറ്റ്വീൻ കിടക്കുന്ന റെസിസ്റ്റൻസ് ആണ്. സോ 2 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I1 ഉണ്ടായിരിക്കും, I2 ഉണ്ടായിരിക്കും. 2I1 അല്ലേ? ഈ നോക്കിയേ, +I2 വരാൻ കാരണം എന്താ? നമ്മൾ സാധാരണ KVL അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ബിറ്റ്വീൻ കിടക്കുന്ന റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതുക 2 × I1 -I2 എന്നാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പകരം I1 + I2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ പ്ലസ് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കുക. I2 എന്നുള്ള കറണ്ട് ഇങ്ങനെയാണ് വരുന്നത്, ഇതിലെ ഫ്ലോ ചെയ്ത് 1 ഓമിൽ കൂടെ കയറി ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് വരും. ഇവിടെ എന്ന് പറയുന്നത് അതുപോലെ I1 എന്ന് പറഞ്ഞ കറണ്ടും ഇതേപോലെ തന്നെയാണ്, 2 ഓമിൽ കൂടെ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ 2 ഓമിൽ കൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് I1 + I2 ആണ്. അങ്ങനെയാണെങ്കിൽ 2 × I1 + I2 + I1 ആണ് V1. ഇനി ഓൾറെഡി I1 I2 നമ്മൾ റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തം എന്ത് വരും? ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്താൽ 2I1 + I1 3I1 + 2I2 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് V1/I2 ആണ്
അല്ലേ? V1/I2 കിട്ടേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് I1നെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ബിയുടെ ഇക്വേഷൻ -V1/I2 എന്നാണ്. അപ്പോൾ V1 I2 തമ്മിലാണ് റിലേഷൻ വേണ്ടത്. I1 അവിടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് I1 I2ൻ്റെ ടേംസിലേക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ I1 I2 നമ്മൾ റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/2 അല്ലേ? I1 = -3/2 I2 എന്നാണ്. അപ്പോൾ 3 × -3/2 I2 + 2I2 എന്ന് കിട്ടും. അതായത് -9/2 I2 + 2I2. അപ്പോൾ -9/2 + 2 എന്ന് പറയുമ്പോൾ -5/2 I2 എന്ന് കിട്ടും അല്ലേ? -9/2 + 2 എന്ന് പറഞ്ഞാൽ 2 × 2 4 - 9 -5 -5/2 I2 എന്ന് കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബി എന്ന് പറയുന്നത് -V1/I2 ആണ്. അപ്പോൾ -V1/I2 എന്ന് പറയുമ്പോൾ എത്ര വരും? -5. V1/I2 -5/2 ആണ്. ഇവിടെ ഓൾറെഡി മൈനസ് ഉള്ളതുകൊണ്ട് ആൻസർ 5/2 യൂണിറ്റ് ഓം. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ബി എന്ന് പറയുന്നത് 5/2 ഓം ആണ്. ഇതാണ് നമ്മുടെ 4 ഈ ABCD പാരാമീറ്റേഴ്സ് ഈ പ്രോബ്ലത്തിൻ്റെ. അപ്പോൾ A4 B 5/2 ഓം, C 2 മോ, D 3/2. അപ്പോൾ സിക്കും ബിക്കും ആണ് യൂണിറ്റ്സ് ഉള്ളൂ, എയും ഡിയും ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബേസിക് ഇക്വേഷൻസ് മറക്കരുത്. ഒരു പാരാമീറ്ററിൻ്റെയും എല്ലാ പാരാമീറ്റേഴ്സിൻ്റെ ഇക്വേഷൻസ് തറവായിരിക്കണം. അപ്പോൾ ആ ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ബേസിക് മെട്രിക്സ് ഇക്വേഷനും ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി വേറെ പ്രോബ്ലംസ് നോക്കാം.